നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനൊരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഞാൻ നേരത്തെ തന്നെ ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേവി ബ്ലൂ കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അക്രൈലിക് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം നല്ലോണം ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൽ. ഇത് സ്ക്വയർ ടൈപ്പ് അല്ല, കുറച്ച് ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ നേവി ബ്ലൂ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഹോം മെയ്ഡ് ബേസ് കോട്ട് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നാലേ നമുക്കൊരു ഗുഡ് ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കലണ്ടർ ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ടുള്ള കലണ്ടേഴ്സ്. ഞാനിത് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. വളരെ ചെറിയായിട്ടുള്ള ഒരു കലണ്ടറാണ് കേട്ടോ ഇത്. ഇതേപോലത്തെ ചെറിയ കലണ്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാ ഡേറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിന് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ലൈറ്റ് സാൻഡൽ കളറാണ്. അപ്പം നമ്മുടെ കലണ്ടർ ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഭംഗി തോന്നിയില്ല, നമ്മുടെ കലണ്ടറിന് ഒരു ഫിനിഷിങ് ഇല്ലാത്തതുപോലെ. അപ്പോൾ നമ്മുടെ കലണ്ടേഴ്സിന് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ നമ്മുടെ 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെക്കുമ്പോൾ നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കലണ്ടേഴ്സും ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. നമ്മുടെ കലണ്ടർ എല്ലാം ഇപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ്ലി കുപ്പിയിലോട്ട് ഒട്ടിക്കാം കേട്ടോ. നമ്മുടെ ബോട്ടിലും അതുപോലെ തന്നെ കലണ്ടറും റെഡിയാണ്. ഇനി നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഫെവിബോണ്ട് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കലണ്ടർ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കലണ്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ബോട്ടിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ കലണ്ടേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ 3 എന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടിലിൻ്റെ 4 സൈഡിലും ഞാൻ ഇതേപോലെ നമ്മുടെ മാസങ്ങൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഒട്ടിച്ചെടുക്കുന്നതിനേക്കാളും ഇതേപോലെ സിക്സാക്കായിട്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയിട്ട് ഭംഗി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ 4 സൈഡും കാണിച്ചു തരാം. ഇതേപോലെയാണ് കേട്ടോ. 4 സൈഡും ഞാൻ ഇതേപോലെ നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷൻസും കൂടിയിട്ട് ബാക്കിയുണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാം. ഈ ബോട്ടിൽ ആർട്ടിൽ നമ്മൾ ഡെക്കറേഷൻസിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ കുഞ്ഞു ലീവ്സും ഫ്ലവേഴ്സൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ലീവ്സ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ക്ലേ കൊണ്ടൊന്നും അല്ല, നമ്മുടെ എംസിയിൽ വെച്ചിട്ടാണ് ഈ ലീവ്സ് റെഡിയാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് അടിച്ചാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറ്. എൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് പോർഷൻ. ഇത് എംസിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഫ്ലവറും ലീഫും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും നമുക്ക് ഇതേപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ 4 സൈഡിലും ഞാൻ ഇതേപോലെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടിയിട്ട് ഡെക്കറേഷൻസ് ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടെ ഈ ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ ഞാൻ ഇതേപോലെ ബീഡ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനിലാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ നമ്മുടെ ബോട്ടിലെ നെക്ക് പോർഷൻ നമ്മൾ ത്രെഡും അതേപോലെ സ്റ്റോൺ സ്റ്റിക്കേഴ്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കലണ്ടർ ബോട്ടിൽ ആർട്ട് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ കയ്യിൽ ബീഡ്സോ അതേപോലെ എംസിയിലോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മൗൾഡിറ്റ് ക്ലേ വെച്ചിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കലണ്ടറിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ബീഡ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ മൗൾഡിറ്റ് ക്ലേ ഇതേപോലെ റൗണ്ടിലാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതേപോലെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് മൗൾഡിറ്റ് ക്ലേ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സാധനങ്ങളാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സാധനങ്ങളെ കൊണ്ട് നമ്മുടെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ബോട്ടിൽ എങ്ങനെയുണ്ട് കാണാൻ? ഗുമ്മായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അവരും വീഡിയോ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്